സോ ഹലോ ഗൈസ് വെക്കാൻ വരുമ്പോൾ ചാനൽ ഗൈസ് സംബന്ധിച്ച് നോക്കാനായിട്ട് പോകണം ഗൈസ് എന്നാണ് കല്യാണം ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് ഉണ്ടാകുന്ന എടുക്കാൻ പറ്റിയില്ല ഗൈസ്. മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീ പോലെയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, ടൈം കിട്ടിയില്ല, ഭയങ്കര ഇതായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ കല്യാണ വ്ളോഗാണ്. മാക്സിമം കല്യാണത്തിൻ്റെ ഇടയിൽ വ്ളോഗ് എടുക്കാൻ ശ്രമിക്കാം ഗൈസ്. എനിക്ക് മടിയാണ് മൈക്കും വെച്ച് ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് കാണാനായിട്ട് എനിക്ക് ഡൗട്ട് ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ കൂടെ ചെൽസി ബൂട്ട്സ് ഇടണം. പിന്നെ ഡ്രസ്സ് ഇത് മിറർ ഉണ്ടെങ്കിൽ നല്ലോണം കാണിക്കായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇനി ബൂട്ട്സും കൂടെ ഇടണം. അപ്പോൾ എല്ലാം കറക്റ്റായി. അപ്പോൾ എന്തായാലും ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരും. എന്തായാലും കല്യാണത്തിന് വെച്ച് കാണാം ഗൈസ്. ഇനി ചിലപ്പോൾ കല്യാണത്തിനെ പറ്റി ഫുഡ് കഴിക്കണമായിരിക്കും നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ ട്രൈ ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ചിരി ചിരി ആ ഗൈസ്, ഇത്രയും നേരം നിങ്ങൾ കണ്ടത് സൗണ്ട് ഇല്ലാത്ത വ്ളോഗായിരുന്നു. നാളെ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ മൈക്കൊന്നും എടുത്ത് വ്ളോഗ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ എനിക്ക് കൈ കഴുകാൻ പോകണം, ഫുഡ് ചെയ്യാം ഗൈസ്. അങ്ങനെ കല്യാണം പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇവിടുത്തെ റൂമുണ്ട്, ആ റൂമിൽ കയറി ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ട്രെയിന് 5:30 വരണത് ഗൈസ്. AC ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അന്നപ്പോൾ AC എന്നാണ് വിചാരിച്ചത്, പക്ഷേ എന്തോ AC ട്രെയിൻ എന്തോ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ ഇരുന്ന് തന്നെ സാധാ ട്രെയിന് ബുക്ക് ചെയ്ത് ഗൈസ്. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി തിരിച്ച് പോകുന്നത് AC ട്രെയിനിലാണ്. 5:30 ഇറങ്ങണം. 3 മണിയായിട്ടുണ്ട്. പിന്നെ എന്തായാലും നേരെ ഡ്രസ്സ് മാറാം ഗൈസ്. റൂമിൽ ആൾക്കാർ അത് ഇറങ്ങിയിട്ട് നമുക്ക് മാറാം ഗൈസ്. നമ്മളിപ്പോൾ ഒരു കഫേയിലാണ് വന്നിരിക്കുന്നത്. ഏത് കഫേയുടെ പേരെന്തോ? കോഫി ആൻഡ് മോർ എന്ന് പറഞ്ഞൊരു കഫേയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ട്രെയിൻ ഇനി 1 മണിക്കൂർ എന്തോ ഉണ്ട് ട്രെയിൻ വരാനായിട്ട്. അപ്പോൾ എന്തായാലും കഫേ വന്നിരിപ്പുണ്ട്. ഇതാണ് അവസ്ഥ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ഇപ്പോൾ 5 മിനിറ്റിന് തിരിച്ച് ട്രിവാൻഡ്രത്ത് പോകുമ്പം ആപ്പ കാണില്ല. ഞാനും ഉമ്മയും മാത്രമായിരിക്കും പോണത്. ആപ്പാക്ക് ഇവിടെ കൊച്ചിയിൽ എന്തെങ്കിലും ഷൂട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഗെയ്സ്. അപ്പം നമ്മൾ രണ്ടുപേരും മാത്രമാണ് പോണത് ഗെയ്സ്. അപ്പം കോഫി വന്നിട്ടുണ്ട്. ഇതാണ് ഗെയ്സ് കോഫി. ഇത് ഐസ് ടീ ആണ്. എന്തെങ്കിലും കോഫി കുടിക്കാം ഗെയ്സ്. നമ്മൾ കോഫി എല്ലാം കളറാക്കി കലക്കിയെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഷുഗറിൻ്റെ കളർ എന്തിങ്ങനെ? മൈക്ക് എൻ്റെ ഏതാണ്? അതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിനി ഇത്തിരി കുടിക്കാം ഗൈസ്. ഓക്കെ, ഇനി കുടിച്ചോളാം. ഭയങ്കര പെരി പെരി ഫ്രൈസ് ഗൈസ്. അങ്ങനെ പെരി പെരി ഫ്രൈസ് വന്നിട്ടുണ്ട് ഗൈസ്. ചൂടാണ്, ഇത് കുടിക്കാൻ വയ്യ ഗൈസ്, ഭയങ്കര ചൂട് ഗൈസ്. അങ്ങനെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിൻ വരാറായിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി നേരെ ട്രെയിനിൽ പോകണം. ഇനി നേരെ ട്രെയിനിൽ പോകണം. അതെന്തൊരു പാട്. ഊബർ വന്നെന്നാണ് പറയണത്. ഇതാണ് തോന്നുന്നത് ഊബർ. പറയണേ ഉള്ളു ബ്ലോഗ് നോക്ക് ഗൈസ്. ഇനി നമ്മൾ ആപ്പയെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോണയാണ്. അവള് കൊച്ചിയിലായിരിക്കും. എന്താണ് പറയാനുള്ളത് നമ്മളെ വിട്ടിട്ട് പോകാം? ഭയങ്കര വിഷമമുണ്ട്. യാത്ര മൊത്തം ഞാൻ കരച്ചിലായിരിക്കും, തേങ്ങ ആയിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയിപ്പോ പോണതുകൊണ്ട് ഒരു വിഷമമുണ്ട്. അത്രയല്ല. അപ്പൊ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇനി ഒരു പരിപാടി ഇല്ല. ഇനി അടുത്ത മാസം വീണ്ടും കൊച്ചിയിൽ വരണം. കസിന്റെ കല്യാണം. അതൊരു 4-5 എപ്പിസോഡ് കാണും. ഇനി നേരെ വീട്ടിൽ വീടല്ലല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ പോകണം ഗൈസ്. മൈക്കിന്റെ ചാർജ് തീരാറായി ഗൈസ്. അപ്പം എന്തായാലും ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം എന്തായാലും ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച സൈഡ് സീറ്റ് കിട്ടുമെന്ന്. വിൻഡോ സീറ്റ് അല്ല ഗൈസ്, സൈഡിലാണ് നമുക്ക് കിട്ടിയത്. പിന്നെ AC ട്രെയിൻ ആയതുകൊണ്ടൊരു സമാധാനമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ AC ട്രെയിൻ ആയതുകൊണ്ടൊരു ചെറിയൊരു സമാധാനമുണ്ട് ഗൈസ്. അപ്പം എന്തായാലും ഒരു 3.5 മണിക്കൂർ കഴിയുമ്പോൾ എന്തായാലും വീടെത്തും. 3.5-4 മണിക്കൂർ കഴിയുമ്പോൾ വീടെത്തും. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. ട്രെയിൻ എന്തായാലും 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. എല്ലാം ഡിലേ ആണ് ഗൈസ്. ഇടയ്ക്ക് ഇപ്പോഴുള്ളതാണ്. ട്രെയിൻ എപ്പോഴും ഡിലേ ആയിക്കൊണ്ടിരിക്കുക. ഇതൊരു 1/2 മണിക്കൂർ 45 മിനിറ്റ് എന്താ ഡിലേ ആയി. അങ്ങനെയാണ് നമ്മൾ കയറിയത്. കുറേ നേരം വെയിൽ തന്നിട്ട് ഇപ്പോൾ AC കയറിയപ്പോൾ സമാധാനമുണ്ട്.
ഗെയ്സ് അപ്പം എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ഊബർ പിടിക്കണം ഗെയ്സ്. പിന്നെ ഊബർ കിട്ടാൻ നല്ല പാടായിരുന്നു ഗെയ്സ്. കുറേ നേരം എടുത്തിട്ടാണ് ഊബർ കിട്ടിയത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.